വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. അപ്പം നമ്മളെ വടകര ചോറോഡ് റെയിൽവേ ക്രോസിംഗ് ബ്രിഡ്ജാണ് ബോസ്ട്രിങ് ബ്രിഡ്ജ്. 80.5 മീറ്റർ ലെങ്ത്തുള്ള ബോസ്ട്രിങ് ബ്രിഡ്ജ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തു. അതായത് നമ്മളെ ആ പില്ലറിൻ്റെ മുകളിൽ, നേരത്തെ റെയിലിൻ്റെ മുകളിലുണ്ടായിരുന്ന ആ ബ്രിഡ്ജ് ഇപ്പോൾ പില്ലറിൻ്റെ മുകളിലേക്ക് നീക്കി വെച്ച ഒരു കാഴ്ചയാണ്. അപ്പോൾ കേരളത്തിലെ തന്നെ അത്യപൂർവം ബ്രിഡ്ജുകൾ ഒന്നാണ് ബോസ്ട്രിങ് ബ്രിഡ്ജ്. ബോസ്ട്രിങ് ബ്രിഡ്ജ് എന്ന് ഇതിൻ്റെ അർത്ഥമാക്കുന്നത്, അതായത് അമ്പും വില്ലും ഉള്ള ആ ഒരു വില്ലിൻ്റെ ഒരു ആകൃതിയിലുള്ളത് കൊണ്ടാണ് ബോസ്ട്രിങ് എന്ന പേര് വന്നത്. അപ്പോൾ ഇത് 5 വരിയാണ് വരുന്നത്, 3 വരി. ഈ ബോസ്ട്രിങ് ബ്രിഡ്ജ്, സ്റ്റീലിലെ ബ്രിഡ്ജ് 3 വരിയും അതോടൊപ്പം തന്നെ പഴയ ദേശീയപാത 2 വരിയും, അങ്ങനെ ടോട്ടൽ 5 വരിയാണ് വരുന്നത്. 17 ദിവസം കൊണ്ടാണ് ഈ ബ്രിഡ്ജിൻ്റെ ലോഞ്ചിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേ പെർമിഷൻ കൊടുത്തത്. കാരണം ആ റെയിൽവേ ക്രോസ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വെൽഡിങ് കാര്യങ്ങൾ വർക്കൊക്കെ നടക്കുമ്പോൾ താഴെ അതിൻ്റെ മെറ്റീരിയൽസ് മറ്റു കാര്യങ്ങളൊക്കെ താഴെ വീഴുമ്പോൾ മറ്റ് സേഫ്റ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു 17 ദിവസത്തെ ടൈമാണ് കൊടുത്തത്. എന്തായാലും 17 ദിവസത്തിനുള്ളിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ബ്രിഡ്ജ് ലോഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ എന്തായാലും ഒരാഴ്ചയൊക്കെ കഴിയുമെന്ന് പ്രതീക്ഷയാണ്. പക്ഷേ ആ ലോഞ്ചിങ്ങിൻ്റെ സമയത്തുള്ള കാഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ വാഗാടല്ല, അദാനി ഡയറക്റ്റ് സ്പേസ് ടെക് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ലോഞ്ചിങ് ബ്രിഡ്ജ് നിർമ്മിച്ചത്. അപ്പോൾ അദാനിയും അതേപോലെ തന്നെ ഈ സ്പേസ് ടെക് എന്ന് പറയുന്ന കമ്പനിയും നേരിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ, പില്ലറിൻ്റെ മുകളിൽ ബ്രിഡ്ജ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ 2 ഇരുമ്പ് തൂണുകൾ കാണാൻ സാധിക്കും. ആ ഇരുമ്പ് തൂണിൻ്റെ മുകളിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ കപ്പികൾ, അതായത് ആ കപ്പികളെ ഇരുമ്പ് റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രെയിനിൻ്റെ സഹായത്തോടു കൂടി വലിച്ചിട്ടാണ് ഈ ബ്രിഡ്ജ് ഇതിൻ്റെ മുകളിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി ഇതേ രീതിയിലുള്ളൊരു കാഴ്ചകളൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഒരു 30 വർഷമെങ്കിലൊക്കെ കഴിയേണ്ടി വരും. കാരണം ഇനി ദേശീയപാതയുടെ വർക്ക് അല്ലെങ്കിൽ മറ്റ് വർക്കുകൾ, ദേശീയപാതയിൽ എന്തായാലും 10-30 വർഷമൊക്കെ കഴിയേണ്ടി വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ അടുത്ത കാലത്ത് എന്തായാലും ഉണ്ടാവില്ല. ഇനി മറ്റ് പ്രൊജക്റ്റുകളിലൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള ബ്രിഡ്ജുകൾ നിർമ്മിക്കാൻ സാധ്യത. അപ്പോൾ ഈ പില്ലറിൻ്റെ മുകളിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ആ റെയിൽ കണ്ടോ? അപ്പോൾ ഈ റെയിലൊക്കെ ഇനി ഈ കാണുന്ന ഇരുമ്പുകളൊക്കെ കംപ്ലീറ്റ് നീക്കം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടോ, നിങ്ങൾ നേരത്തെ പറഞ്ഞ വിഞ്ച് മെഷീൻ എന്നാണ് ഇതിൻ്റെ ടെക്നിക്കൽ വേർഡ്. അപ്പോൾ രാത്രി 1 മണിക്ക് ശേഷമാണ് ഈ പില്ലറിൻ്റെ മുകളിൽ നമ്മളെ ഈ ബോസ്ട്രിങ് ബ്രിഡ്ജ് എടുത്തു വെച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിഞ്ച് മെഷീന്, ഇരുമ്പ് റോപ്പ് ഉണ്ടല്ലോ, അതായത് സ്റ്റീൽ റോപ്പ് എന്ന് പറയുന്നത്, 2 സൈഡിൽ 2 സ്റ്റീൽ റോപ്പുകളുണ്ട്. ആ സ്റ്റീൽ റോപ്പുകൾ നമ്മൾ ബ്രിഡ്ജിൻ്റെ 2 സൈഡിലും, നേരത്തെ പറഞ്ഞത് നമ്മളൊരു കപ്പി പോലെയുള്ളൊരു സിസ്റ്റം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ സ്റ്റീൽ റോപ്പ് ഇട്ടതിന് ശേഷം ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ ബ്രിഡ്ജ് ഇങ്ങനെ നീങ്ങി വളരെ മെല്ലെ മണിക്കൂറുകളോളം എടുത്തിട്ടാണ്, 5-6 മണിക്കൂർ, 5-6 അല്ല 10-12 മണിക്കൂറുകളോളം എടുത്തുകൊണ്ടാണ് അത് വളരെ സ്ലോയിലാണ്. ചിലയിടത്ത് 12 മണിക്കൂറിൽ 4-5 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ അത്തരത്തിലൊരു ലോങ് പ്രോസസ്സാണ് ഈ കാണുന്ന നമ്മളെ സ്റ്റീൽ റോപ്പ്. ആ സ്റ്റീൽ റോപ്പ് ഈ ക്രെയിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് വലിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മളെ ചോറോഡ് ഗേറ്റിലുള്ള ഈ ബ്രിഡ്ജ് ഇതിൻ്റെ മുകളിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. അതിനിടയിൽ ചില ആളുകൾ ഇവിടെ പില്ലറിൻ്റെ മുകളിൽ, ആ ഫൗണ്ടേഷൻ്റെ മുകളിൽ വിള്ളലൊക്കെ വീണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. അത്തരത്തിൽ യാതൊരു പില്ലറും നിങ്ങളിവിടെ കണ്ടിട്ടില്ല. പിന്നെ ഇത് കാണുന്ന ഇരുമ്പ് പില്ലർ ഒക്കെ ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലിക പില്ലറാണ്. അപ്പോൾ അത് ലോഞ്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഇരുമ്പ് പില്ലറുകളൊക്കെ കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. അത് റിമൂവ് ചെയ്ത് പിന്നെ അതിൻ്റെ പിറകിലുള്ള, അതിൻ്റെ അടിഭാഗത്തുള്ള ഒരുപാട് റെയിലുകളുണ്ട്. ആ റെയിലുകളൊക്കെ ഓരോന്നോരോന്നായി പീസായി അഴിച്ചു മാറ്റും. ഇതിൻ്റെ മുകളിൽ, പില്ലറിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ഈ ബോസ്ട്രിങ് ബ്രിഡ്ജ് അതിൻ്റെ മുകളിൽ ഫുള്ള് സ്റ്റേ ആയി നിൽക്കുന്ന, മറ്റൊരു സപ്പോർട്ടും ഇല്ലാത്ത രീതിയിലാണ് ഉണ്ടാവുക. റെയിലുകളൊക്കെ കംപ്ലീറ്റ് കഴിച്ചു മാറ്റുന്ന ഒരു കാഴ്ച ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലാണ്. അപ്പം പല അവസരത്തിൽ പല ആളുകളും സ്പേസ് കം എന്ന് പറയുന്ന ഒരു കമ്പനി, നേരത്തെ നമ്മൾ പറഞ്ഞതിനകത്ത് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു കമ്പനിയാണ് ഈ ബോസ്ട്രിങ് ബ്രിഡ്ജ് നിർമ്മിച്ചതും അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്തതും. അദാനി ഡയറക്റ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 80.5 മീറ്റർ ലെങ്ത്തുള്ള, അതേപോലെ തന്നെ
2 സ്റ്റെയറുകൾ ഈ ബ്രിഡ്ജിൻ്റെ മുകളിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ താഴ്ഭാഗത്തു നിന്നുള്ള ജസ്റ്റ് കാഴ്ചയാണ് നമ്മൾ കാണിച്ചത്. ഇപ്പോൾ ആ ലോഞ്ചിങ് പ്രക്രിയ കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ മറ്റ് വർക്കുകൾ, താറിങ് അടക്കമുള്ള മറ്റ് വർക്കുകളാണ് നടക്കാനുള്ളത്. ബാക്കിയുള്ള വർക്കുകളൊക്കെ അദാനിയൊക്കെ എടുക്കേണ്ട വർക്കുകളാണ്. അപ്പോൾ ഈ സ്പേസ് കം എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വർക്ക് കഴിഞ്ഞു. ഇനി ഈ ഭാഗത്തുള്ള ഈ സ്പെയർ, ഈ വിഞ്ച് മെഷീൻ ഓരോന്ന് അതിൻ്റെ സ്പെയറുകൾ അഴിച്ചു മാറ്റുക എന്നത് മാത്രമാണ് കാര്യമായിട്ടുള്ള വർക്ക്. ഇതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കൊക്കെ കഴിഞ്ഞ് ഇനി ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ടാർ ചെയ്യാനുള്ള വർക്കാണ് കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ബോസ്ട്രിങ് ബ്രിഡ്ജ് ഈ രീതിയിൽ നമ്മളൊരു വില്ലിൻ്റെ ആകൃതിയിൽ കൊടുക്കുന്നത്, കൂടുതൽ ലെങ്ത്തുള്ള ബ്രിഡ്ജുകൾ ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ഉണ്ടാകും. അതേപോലെ തന്നെ ആ ഒരു ഊഞ്ഞാല പോലെയുള്ള ഒരു ആടുന്ന ആ ഒരു ലെങ്ത്ത് കൂടുമ്പോഴുള്ള ആ ഒരു ഒലച്ചിലുണ്ടല്ലോ, എന്താ പറയുക, അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ആർച്ച് രീതിയിൽ ഈ ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നത്. ഇപ്പോൾ 2 സൈഡിലും നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ബോൾഡറൈസർ പോലെയുള്ള 2 സംഭവങ്ങൾ കണ്ടു. ഇതൊക്കെ ഇതിൻ്റെ വലിക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായി കൊടുത്ത പില്ലറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെയാണ് നേരത്തെ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഈ ഭാഗത്ത് ക്രാക്ക് വന്നു, പില്ലറിൻ്റെ മുകളിൽ ഭാഗത്ത് ക്രാക്ക് വന്നു എന്നൊക്കെ പറഞ്ഞത്. അത്തരത്തിലുള്ള യാതൊരു ക്രാക്കും വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ ഈ തൂണിൻ്റെ മുകളിൽ ചെറിയൊരു ക്രാക്ക്, ഇതിൻ്റെ താഴ്ഭാഗത്ത് ഫൗണ്ടേഷൻ്റെ ഭാഗത്ത് ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചിടത്തോളം ഇത് ടെമ്പററിയാണ്. ഈ ബ്രിഡ്ജ് വലിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഇരുമ്പ് തൂണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്യും. അപ്പോൾ അതൊരു ക്രാക്കായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ട ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതാണ്. ഇനി അത് കണ്ടിട്ടാണോ പറയാത്ത കാര്യങ്ങൾ വെറുതെ അഭിപ്രായം പറയുന്നത് ഒരു ശീലമുള്ളത് കൊണ്ടാണ്. സത്യത്തിൽ ഇത്തരത്തിലെ ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില അവസരത്തിൽ ക്യാമറ ഷൂട്ട് ചെയ്യുന്നതും പിന്നെ ആളുകൾ തടിച്ചു കൂടുന്നതൊക്കെ നമ്മൾ ഈ വർക്ക് എടുക്കുന്ന സേഫ്റ്റി കമ്പനികളും അതേപോലെ സേഫ്റ്റി ഓഫീസർമാർ മറ്റുള്ള ആളുകളൊക്കെ എൻജിനീയേഴ്സൊക്കെ ഒഴിവാക്കുന്നത്. പല ആളുകളെയും ഇവിടുന്ന് അനുവാദം കൊടുക്കാതിരിക്കുന്നതും അത്തരത്തിലുള്ള ഇതിനെപ്പറ്റി കാര്യങ്ങൾ അറിയാതെ വെറുതെ സംസാരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അറിയാഞ്ഞിട്ട് പറഞ്ഞതായിരിക്കും. ഇതാണ് നമ്മുടെ ബോസ്ട്രിങ് ബ്രിഡ്ജ് ലോഞ്ചിങ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും മനോഹരമായ കാഴ്ച. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഇത്തരത്തിലൊരൊറ്റ ബ്രിഡ്ജേ ഉള്ളൂ. അപ്പം അതേപോലെ തന്നെ നമ്മൾ പുതിയ വടകര ഈ ദേശീയപാതയിൽ 6 വരിയിനകത്ത് പുതിയൊരു മാറ്റം വരുന്നുണ്ട് എന്ന് പറയാം. അതായത് നേരത്തെ ഇപ്പോൾ ഉള്ള എലിവേറ്റഡ് ഹൈവേനകത്ത് നമ്മുടെ തെരുവത്ത് മുതൽ അതേപോലെ തന്നെ ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങളിലൊക്കെ മണ്ണടിച്ച് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിന് പകരം കംപ്ലീറ്റ് തൂണിൻ്റെ മുകളിൽ, അതായത് ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗം മുതൽ ആശാ ഹോസ്പിറ്റലിൽ നമ്മുടെ ഈ പഴങ്കാവ് അവിടെ ഒരു അണ്ടർ പാസേജ് വേണമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആശാ ഹോസ്പിറ്റലിൻ്റെ ഭാഗം മുതൽ കരിമ്പനപ്പാലം വരെ കംപ്ലീറ്റ് ഫ്ലൈ ഓവർ ആയിരിക്കണം, എലിവേറ്റഡ് ഹൈവേ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പുതിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ട് എന്തായാലും ഇനിയും നമ്മളെ വടകര ദേശീയപാതയുടെ വർക്ക് എടുക്കാൻ ഇനി 2-3 വർഷത്തിൻ്റെ മുകളിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. ഓൾറെഡി ഈ ഭാഗത്ത് നല്ല ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ നിങ്ങൾ റെയിൽ കണ്ടോ, ഈ ബോസ്ട്രിങ് ബ്രിഡ്ജിൻ്റെ ചുവട്ടിലുള്ള റെയിലുകൾ കണ്ടോ, ഇതൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. ഇതൊക്കെ റിമൂവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പം ഘട്ടം ഘട്ടമായിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതാണ് നമ്മളെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതിനിടയിൽ ഒരു ഓട്ടോറിക്ഷ ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ചുണ്ടോ നിങ്ങൾ. അപ്പോൾ നമ്മൾ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള റീച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അതായത് ഇതിനകത്ത് നിലവിലുള്ള ഹൈവേനകത്ത് നമ്മൾ അദാനിയുടെ എൻജിനീയേഴ്സായിട്ട് ഇന്ന് സംസാരിക്കേണ്ടായി. ഇപ്പോൾ നിലവിലുള്ള ഹൈവേനകത്ത് 10 ബോക്സ് ടൈപ്പ് അണ്ടർ പാസേജുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 25 ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ ഫ്ലൈ ഓവർ 9 ഉള്ളിടത്ത് 10 ഫ്ലൈ ഓവറായി. അതേപോലെ ഇനിയിപ്പോൾ നമ്മൾ എലിവേറ്റഡ് ഹൈവേ വടകര വളരെ വ്യാപകമായിട്ട് വലിയൊരു ലെങ്ത്തിൽ നമ്മൾ ആശാ ഹോസ്പിറ്റൽ മുതൽ കരിമനപ്പാലം വരെ വരണം എന്നാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതോട് കൂടിയിട്ട് വർക്ക് വലിയ പാറ്റാണ്. അതായത് നിലവിലുള്ളതിനേക്കാൾ 50% വർധനവ് നമ്മൾ വെങ്ങളം റീച്ചിനകത്ത് വന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ട്രാഫിക് മോണിറ്റർ സിസ്റ്റമൊക്കെ നമ്മൾ പുതിയ ദേശീയപാതയിലുണ്ടാകും. അതേപോലെ തന്നെ 2 ക്രെയിന്, 2 ആംബുലൻസ്, 2 റിക്കവറി വാന്, അത്തരത്തിൽ നമ്മൾ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ഭാഗത്ത് അത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നതാണ്. ടോൾ കൊടുക്കുന്ന യാത്രക്കാരെ വാഹനങ്ങൾക്കൊക്കെ കൊടുക്കണമെന്നതാണ് നമ്മളെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയമം. അപ്പം നമ്മൾ പുതിയ ദേശീയപാത ഓപ്പൺ ആവുന്ന അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നൽകേണ്ടിയിരിക്കുന്നു. ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദേശീയപാതയിലെ ബ്ലോക്കുകൾ ഒഴിവാക്കാനും മറ്റ് ആവശ്യ സൗകര്യങ്ങൾ സർവീസുകളൊക്കെ നൽകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള
സംവിധാനങ്ങൾ നമ്മളെ NHI അതോറിറ്റി വേണമെന്ന് ഈ കൺസ്ട്രക്ഷൻ കമ്പനികളോട് റോൾ വിരിക്കുന്ന കമ്പനികളോടൊക്കെ അവകാശപ്പെട്ടത്. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ഇൻഫർമേഷനും അപ്ഡേറ്റ്സും. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാനും അതിനകത്തുള്ള സപ്പോർട്ടിങ് ഓപ്ഷനുകളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.